തലക്കറിയാണ്. തലക്കറിയും ചക്കപ്പുഴുക്കുമാണ്. ചക്കപ്പുഴുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ചക്ക ഇളക്കി എന്നാണ് പറയണത്. ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് അവിക്കണതിന് ചക്ക ഇളക്കി എന്നാണ് പറയണത്. ചില നാടുകളിലൊക്കെ പുഴുക്കെന്ന് പറയും. ഞങ്ങൾ ചക്ക ഇളക്കി, ചക്ക അവിയൽ വെച്ചു, ചക്ക അവിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറയണത്. ഇന്നിപ്പം വീണ്ടും 2 ദിവസം കൊണ്ട് ഭയങ്കര മഴയാണ്, അതിഗംഭീര മഴയാണ്. സ്കൂൾ തുറക്കുമ്പോൾ ഉള്ള എല്ലാ വർഷവും ഉള്ളതില്ലേ, ഇടവപ്പാതി കഴിഞ്ഞാൽ പിന്നെ മഴയിൽ കുടയില്ലാതെ നടന്നുകൂടാന്നാണല്ലോ. നമ്മളെ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പം വീട്ടിൽ നിന്ന് നൈസിൽ ഇറങ്ങിയിട്ട് കഴിവിൻ്റെ പരമാവധി നടന്നങ്ങ് നനഞ്ഞ് കോന്നൊക്കെ സ്കൂളിൽ പോവുക, തിരിച്ച് നനഞ്ഞുകൊണ്ട് വരിക. പിന്നെ നമുക്കന്ന് കുടയൊന്നും വളരെ അപൂർവമല്ലേ, വളരെ അപൂർവം ഉള്ളവർക്ക് മാത്രമേ കുടയുള്ളൂ. നമ്മൾ കുറേ ബുക്കൊക്കെ വാരി കയ്യിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് പോണത്. നമുക്ക് സ്കൂളൊക്കെ അടുത്താണ്, വളരെ ദൂരമൊന്നുമില്ല. എങ്കിലും കഴിവിൻ്റെ പരമാവധി മഴയുണ്ടായിരുന്ന മഴയത്തിറങ്ങി ഓടുക, മഴ നനയുക, മഴയിലെ ഇറമ്പിലെ വെള്ളം കൊണ്ട് കുളിക്കുക, ഇതൊക്കെ നമുക്കൊരു സുഖമുള്ള കാലമായിരുന്നു. അങ്ങനെ ചക്കയൊക്കെ അടുപ്പിലായി, ചക്ക വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള പിള്ളേരും നമ്മളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നുള്ള പിള്ളേരെ വണ്ടി വരിക, വണ്ടിക്കകത്ത് കയറ്റുക, കൊണ്ടുപോവുക, അമ്മമാർ കൊണ്ടുവിടുക, അച്ഛന്മാർ വിളിച്ചുകൊണ്ട് വരിക. നമ്മളെയൊക്കെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. നമുക്ക് നല്ല എൻജോയ് ചെയ്ത കാലമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാലമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അധ്യാപകരുമായിട്ടും കുട്ടികളുമായിട്ടുമൊക്കെ നല്ലവണ്ണം നമ്മൾ സംസാരിക്കുകയും അവരുമായിട്ട് നമുക്ക് നല്ല ഇടപഴകി പോകാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളെ കാലത്തുള്ള എല്ലാവരും അങ്ങനെ. ഞങ്ങൾ കുഴയടിച്ച് കളിച്ചും സ്പീഡ് കളിച്ചും കോട്ടയ്ക്ക് സ്പീഡാറ് കളിക്കുക, സ്പീഡ് കളിക്കുക, ഇതൊക്കെ നമ്മളെ ഒരു ഇതായിരുന്നില്ലേ. അതൊക്കെ നമുക്ക് ഭയങ്കര എനർജി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അന്ന് സ്കൂൾ ഒരു ദിവസം ഇല്ലായിരുന്നു നമുക്ക് പോകാൻ. അയ്യോ, ഒരു ശനിയും ഞായറൊക്കെ അന്ന് ക്ലാസ്സുള്ള സമയമല്ലല്ലോ. അങ്ങ് പോകാതിരിക്കും നമുക്ക് വല്ലാത്തൊരു വീർപ്പ് മുട്ടലായിരുന്നു സ്കൂളിൽ ഓടാൻ വേണ്ടി. വീട്ടിൽ നിന്നാൽ ഒരുപാട് ജോലി ചെയ്യണം. പശുവിൻ്റെ കാര്യങ്ങൾ, പശുവിന് ചാണകം വരണം, പുല്ല് പറിക്കാൻ പറഞ്ഞാൽ പുല്ല് പറിക്കണം, മുറ്റം അടിക്കണം, പാത്രം കഴുകണം, വെള്ളം കോരണം, ഇതങ്ങനെ ഉള്ള ജോലി എല്ലാം ചെയ്യിക്കും. മറ്റേ സ്കൂളിൽ പോയാൽ ഒന്നും അറിയണ്ട, രാവിലെ എഴുതിക്കുക, കുളിക്കുക, അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമല്ല അന്ന് നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ഇന്നൊന്നും അറിയണ്ട. അവർ എണീക്കുമ്പോൾ അമ്മമാരെല്ലാം റെഡിയാക്കി വയ്ക്കും, അവരെ കാര്യങ്ങൾ അവരെ അടിച്ചോട്ടിക്കും. നമ്മളന്ന് അടിച്ചോട്ടിക്കാൻ നമ്മൾ ഇറങ്ങി ഓടും. ഇന്ന് അവരങ്ങനെയല്ല, അവരെ നമ്മൾ അടിച്ചോട്ടിച്ചാലേ അവർ പോവുള്ളൂ, ഇല്ലേ. അങ്ങനെ ഞാൻ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി. അടുത്ത് ഞാൻ തോരൻ വയ്ക്കുകയാണ്. പിന്നെ ഇന്നലത്തെ മീനാണ് അടുപ്പിലിരിക്കുന്നത്. അരിയൊക്കെ വടിച്ച് കമത്തി തോരന് വേണ്ടി അടുപ്പിൽ വെച്ചു. ഇന്നലത്തെ മീൻ കുറച്ചിരുന്നു, അതിനെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാടുണ്ട് ആൾക്കാരുണ്ട്. അവരോടെല്ലാം എനിക്ക് ഒരുപാട് താങ്ക്സ്. എനിക്കിപ്പം പുറത്ത് ഇറങ്ങുമ്പം കുറേ പേര് കേട്ടോ, കുറേ ആൾക്കാർ, എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ, എൻ്റെ ബന്ധുക്കളെ എന്നെ അറിയാവുന്നവരൊക്കെ എൻ്റെ കൂടെ ഒന്ന് പറയും, നിൻ്റെ വീഡിയോ കാണാറുണ്ട്, രാവിലെ എൻ്റെ അമ്മ വന്നിട്ട് ലതിക വന്നോ, ലതികയുടെ വീഡിയോ വന്നോ എന്നൊക്കെ ചോദിക്കും, കാണും, അമ്മ ഇരുന്ന് ചിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവർക്കൊക്കെ ഇപ്പം എന്നെ നേരിട്ട് കാണുന്നത് പോലെ ഒരു അനുഭവമാണ്. എന്നെ കാണുമ്പോൾ ഓടി വരും, വ്ളോഗൊക്കെ കണ്ടു കേട്ടോ, സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു, കൊള്ളാം, ഇങ്ങനെ തന്നെ നീ ചെയ്തു പോ കേട്ടോ, അങ്ങനെ ഒന്നും തോന്നണ്ട, അങ്ങനെ പറയണം ഒരുപാട് പേര് കേട്ടോ. എനിക്ക് അതിലിപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അതേപോലെ ബ്യൂട്ടി ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും, എന്തൊക്കെയാണ് ഇടുന്നത്, നീ ഇടുന്നത് കണ്ടു. ഇടയ്ക്ക് എന്നെപ്പോലെ മുടി ഉണ്ടായിരുന്ന ഒരാളിനെ കണ്ടു. അപ്പോൾ അവൾ ഇങ്ങനെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയടി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ തേച്ചുകൊണ്ടിരിക്കണം, നീ എന്തെങ്കിലുമൊക്കെ തേക്കണത് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെയാണ് നിങ്ങൾ മെനക്കെട്ട് തേക്കണം. അങ്ങനെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി രാവിലെ, അതങ്ങോട്ടങ്ങ് മാറ്റി വെച്ചു. നമുക്കിവിടെ മുട്ടക്കറി, കിഴങ്ങേറി, കടലക്കറി, ഇതൊക്കെ ഇവർക്കിവിടെ നിർബന്ധമാണ്. പിള്ളേരൊന്നും അവർക്ക് ചമ്മന്തിയൊക്കെ വളരെ പ്രയാസമാണ് കഴിക്കാനൊക്കെ. പിന്നെ സാമ്പാറാണെങ്കിൽ പിന്നെയും വേണ്ടില്ല. അങ്ങനെ തലക്കറിക്ക് വേണ്ടി തല കൂട്ടൊക്കെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചു. അതിലോട്ട് പുളിച്ചിക്ക, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ തലയെ രണ്ടായിട്ട് കീറി അതിനെയും വെച്ച്, അതിൻ്റെ കുറേ മുള്ളുണ്ട്, അതെല്ലാം കൂടി ഇട്ടാൽ ഇന്നത്തെ കറി. അങ്ങനെ എല്ലാം ഇട്ടു കറിയായി. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. എല്ലാവരും കാണണം കേട്ടോ. കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മടി കാണിക്കരുത്, ആരും മടിക്കരുത്. ലൈക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഒരു ചാനൽ ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തിക്കൂടെ? എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരല്ലേ, എന്നാലും ഒന്ന് അമർത്തിക്കിട്ട് പൊയ്ക്കൂടെ? ഞാൻ എല്ലാ ചാനൽ കാണുമ്പോഴും ഞാൻ അമർത്തും കേട്ടോ. ഇത് ഇന്നലത്തെ മീൻ അങ്ങനെ ചക്കയെ വെച്ചു, തോരൻ വച്ചു, പിന്നെ ചോറായി, 2 കൊഴിയാള മീനുണ്ടായിരുന്നു, അതിനെ പൊരിച്ചു. അങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ചക്കപ്പുഴുക്കും വെച്ച് ചോറ് കഴിക്കാൻ പോവുകയാണ്. കണ്ടല്ല, ഇതാണ് ചക്കയും തലയും, തലക്കറിയും ചക്കപ്പുഴുക്കും. എനിക്ക് കാന്താരി മുളക്, ചക്ക ഉണ്ടെങ്കിൽ എനിക്ക് കാന്താരി മുളക് കഴിച്ചേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ കാന്താരി മുളക് പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു കാന്താരി നട്ട് നിറച്ച് മുളകും വരെ ഞാൻ അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ, എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ്. എനിക്കിത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കാന്താരി മുളക് അടിച്ചാൽ അതിൻ്റെ ഒരു സുഖം ഒന്നും പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് ഇരിക്കാൻ വയ്യ, വീണ്ടും കൊതി വന്നു വയ്യ.
എന്ത് ചെയ്യാൻ കഴിച്ചു പോയില്ല, ഞാനാണ് കഴിച്ചതെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രയ്ക്ക് നമ്മൾ പുളി കഴിക്കുമ്പോൾ വായിൽ വെള്ളം വരില്ല, അതേപോലെ തോന്നുന്നു. എല്ലാവർക്കും താങ്ക് യു. തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. സുമോദേ സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു മഹേഷുണ്ട്, ജാഫറുണ്ട്, കോട്ടയ്ക്കലുള്ള ഒരാളുണ്ട്. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. എല്ലാവരുടെ പേരും ഞാൻ ഒരു ദിവസം പറയണതാണ്.